എന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നില്ല. എന്നോട് ഉദ്യോഗസ്ഥന്മാർ ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേര് പറയണം എന്ന് നിങ്ങൾ ഇവരോടാണ്. ഇന്നും കോടതി കൊടുത്ത കാര്യം ഞാൻ പറയും. ശിവശങ്കർ എന്ന് പറയുന്ന ആ IAS ഉദ്യോഗസ്ഥ ഇപ്പൊ ജയിലിൽ കിടക്കുക. അയാൾ ഇന്ന് കോടതി മുമ്പാകെ ബോധിപ്പിച്ചിരിക്കുന്നു, കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ നിരന്തരം അദ്ദേഹത്തെ പീഡിപ്പിച്ചു, നിങ്ങൾ ചില നേതാക്കന്മാരുടെ പേരെന്ന് പറഞ്ഞാൽ മതി, നിങ്ങളെ വിടാം. അതാണ് ഉദ്ദേശം. അങ്ങനെ പറയാൻ അയാൾ തയ്യാറായില്ല. അയാൾക്ക് ബോധ്യമല്ലാത്തൊരു കാര്യം പറയില്ല എന്ന നിലപാടെടുത്തു. എനിക്കതൊന്നും അറിയില്ല, ഞാൻ അറിയാത്ത കാര്യം എങ്ങനെ പറയും എന്ന് ചോദിച്ചു. എന്നാൽ നിങ്ങളെ പ്രതിയാക്കും. അങ്ങനെ അയാളെ പ്രതിയാക്കി, അയാളെ പിടിച്ച് ജയിലിലിട്ടു. നോക്കൂ, ഇതാണ് അധികാരം ഉപയോഗിച്ചുള്ള വേട്ടയാടൽ. മുഖ്യമന്ത്രിക്കെതിരെ, മന്ത്രിമാർക്കെതിരെ, ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെ കെട്ടിച്ചമച്ച കേസുകൾ ഉണ്ടാക്കി അവരെ പിടിക്കാൻ പറ്റുമോ നോക്കുകയാണ്. എങ്ങനെ നോക്കിയിട്ടും കിട്ടുന്നില്ല. ഇപ്പൊ മന്ത്രി KT ജലീലിനെ പലവട്ട ചോദ്യം ചെയ്തു. പുള്ളി നല്ല ഉഷാറായിട്ട് പോയി ചോദ്യം ചെയ്യുമ്പോൾ എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. രോമത്തിൽ തൊടാൻ പറ്റിയിട്ടില്ല. എന്താ കാരണം? ഏതെങ്കിലും തരത്തിൽ തെറ്റായ ഒരു നടപടി സ്വീകരിച്ചാൽ മാത്രമേ പേടിക്കേണ്ട കാര്യമുള്ളൂ. ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നവരെ അവരുടെ നഖത്തിനൊരു പോർലേൽപ്പിക്കാൻ ഒരു അന്വേഷണ ഏജൻസിക്കും കഴിയില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിത മനസ്സോടെ നിസ്വാർത്ഥമായി ഭരണം നടത്തുന്നവരാണ് കേരളത്തിലെ ഇടതുമുന്നണിയുടെ നേതാക്കന്മാർ, നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും. അപ്പൊ വെറുതെ ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ചോദ്യം ചെയ്യുക, അന്വേഷണം നടത്തുന്നു എന്ന് പറയുക, ഓരോ ദിവസം ഓരോ വിവാദങ്ങൾ സൃഷ്ടിക്കുക, പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുക. മന്ത്രി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയണം, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു എന്ന് പറയണം, എന്നാൽ നിങ്ങളെ വിടാമെന്നാണ്. ഇതാണിപ്പോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വഴങ്ങാതെ നിന്നു എന്നതുകൊണ്ടാണ് ശിവശങ്കറെ പിടിച്ചതെന്ന് അദ്ദേഹം ഇന്ന് കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നു. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ നിർത്തണം, തടയണം എന്ന് കോൺഗ്രസും BJPയും ചേർന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. BJPയുടെ ഒരു നേതാവ് ഈ കിഫ്ബിക്കെതിരെ ഇപ്പൊ കോടതി പോയിരിക്കുക, ഹൈക്കോടതിയിൽ. കേസ് വാദിക്കുന്നത് കോൺഗ്രസിന്റെ നേതാവാണ്. KPCCയുടെ സെക്രട്ടറിയാണ് വക്കീല്. പരാതിക്കാരൻ RSSന്റെ നേതാവ്. ഇവരെല്ലാം കൂടി ഒരുമിച്ചാണ്. ഇങ്ങനെ അന്വേഷണ ഏജൻസികളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും എല്ലാം കേരളത്തിലെ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി, ഈ വികസന പ്രവർത്തനങ്ങളെ നിർത്തലാക്കാൻ വേണ്ടി, അങ്ങനെ കേരളത്തിന്റെ വളർച്ചയെ ഗതിമുട്ടിക്കാൻ രാഷ്ട്രീയ താല്പര്യത്തോടെ മുൻപോട്ട് പോവാണ്. ഇങ്ങനെ നിരന്തരം വേട്ടയാടിയാൽ എന്ത് ചെയ്യും? എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും പിടിച്ചാൽ എന്ത് ചെയ്യും? ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പേടി വരും. അവരൊരു ഫയലിൽ ഒപ്പിടാനാവും. ഒരു പദ്ധതിയും മുന്നോട്ട് നീങ്ങില്ല, എല്ലാം സ്തംഭിക്കും. പാവപ്പെട്ടവന് വീട് കിട്ടില്ല, റോഡിന്റെ പണി നടക്കില്ല, സ്കൂളുകളുടെ നവീകരണം നടക്കില്ല, ഫയലുകൾ നീങ്ങാതെയാവും. ഉദ്യോഗസ്ഥന്മാരെല്ലാം ഭയന്നു നിൽക്കും, ഭരണസ്തംഭനം വരും. അത് വരണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കേരളത്തിലൊരു ഭരണസ്തംഭനം വരണം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളൊക്കെ മുടങ്ങണം. ഈ സൗജന്യമായി കിറ്റ് കൊടുക്കുന്നതൊക്കെ നിൽക്കണം. അപ്പൊ ജനങ്ങൾ സർക്കാരിനെതിരാവും. അങ്ങനെ എതിരാക്കിയെടുക്കാനുള്ള ഗൂഢാലോചനയാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തൊക്കെ വിഷയം ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക്. ഒരു MLA 10 ദിവസമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇവിടെ മുമ്പിൽ നിന്ന് സംസാരിക്കുകയാണ്. എന്നെ പോലെ നിയമസഭയിലുള്ള ഒരു സഹപ്രവർത്തകൻ 10 ദിവസമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. പേരിനതൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നല്ലാതെ, ഒരു ദിവസം ഒരു ചർച്ചയൊക്കെ നടത്തുന്നല്ലാതെ ആരെങ്കിലും അത് ഗൗരവമായ ഒരു ചർച്ചയായിട്ട് ഇപ്പൊ നടത്തുന്നുണ്ട്. എന്താ കാരണം? അതാണ് രാഷ്ട്രീയം. എന്താ അദ്ദേഹത്തിന്റെ പേരുള്ള കുറ്റം? 150 കോടി രൂപ അടിച്ചു മാറ്റിയെന്ന. ആരുടെ? പാവപ്പെട്ട മനുഷ്യരുടെ. ജ്വല്ലറി കച്ചവടം. ഈ MLA എന്തിനാ ജ്വല്ലറി കച്ചവടം നടത്തുന്നത്? MLAക്ക് എന്തൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. ഇയാൾക്ക് എവിടെ നടക്കുന്ന സമയം കിട്ടുന്നത്? നമുക്ക് നേരം വെളുക്കുമ്പോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നമ്മുടെ യോഗങ്ങൾ ഉണ്ടാവും, വിവിധ മീറ്റിങ്ങുകൾ നടക്കും, നമ്മുടെ എന്തെല്ലാം പരിപാടികളുണ്ടാവും, ഔദ്യോഗിക യോഗങ്ങൾ ഉണ്ടാവും, എന്തെല്ലാം തിരക്കായിരിക്കും. നേരം വെളുത്തു കഴിഞ്ഞാൽ രാത്രിയാവും നമ്മൾ അറിയില്ല, അത്ര സമയമില്ലായിരിക്കും. അപ്പോഴാണ് ഇയാൾ ജ്വല്ലറി നടത്താൻ പോവാണ്. പിന്നെ ജ്വല്ലറിയിലേക്ക് പണം നിക്ഷേപം സ്വീകരിക്കുകയാണ്. പാവപ്പെട്ട മനുഷ്യരോട് പറയാണ്, നിങ്ങൾ 1 ലക്ഷം രൂപ തന്നാൽ മാസം തോറും നിങ്ങൾക്ക് 1000 രൂപ വരും, വർഷം തോറും ലാഭവിഹിതം വേറെ പൈസ തരും, നിങ്ങൾക്ക് എപ്പോ പൈസ വേണമെന്ന് പറഞ്ഞാലും വാങ്ങിയ പൈസ അതുപോലെ തിരിച്ചു തരും. അപ്പൊ ഒരു MLA അല്ലേ പറയുന്നത്? അത് വിശ്വസിച്ച് പാവങ്ങൾ കൊണ്ടുപോയി പൈസ കൊടുത്തു. പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ വേണ്ടി കരുതി വെച്ചിരുന്ന പണം, പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയിട്ടുള്ള ആനുകൂല്യം, നിത്യനിദാന ചെലവുകൾ, അരിഷ്ടിച്ച് പിടിച്ച സമ്പാദ്യം, ഇതൊക്കെ കൊണ്ടുപോയിട്ട് MLA കൊടുത്തു. ഈ പൈസ മുഴുവൻ വാങ്ങിയിട്ട് MLA മുങ്ങി. കാശ് പോയി. 150 കോടി രൂപ. 1,800 ആളുകൾ കരഞ്ഞു വിളിച്ച് നടക്കുകയാണ്. 150 കേസെടുത്തു.
ആ കേസിൽ 2-3 കേസിൽ അന്വേഷണം പൂർത്തിയായി, അറസ്റ്റ് ചെയ്തു, ആള് ജയിലിൽ കിടക്കുകയാണ്. ജാമ്യത്തിന് വേണ്ടി കോടതി പോയി, കോടതി ജാമ്യം കൊടുത്തില്ല. പക്ഷേ നാട്ടിൽ വല്ല ചർച്ചയുണ്ടോ? ഏതെങ്കിലും മാധ്യമങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ? വേറൊരു MLA ഇപ്പോ അറസ്റ്റിലാവാൻ പോവുകയാണ്. ആ MLAയുടെ പേരുള്ള കുറ്റം എന്താണ്? ഒരു പ്രൈവറ്റ് സ്കൂളിന് +2 കൊടുക്കാന്ന് പറഞ്ഞ് 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി. ആ കൈക്കൂലി അയാൾ ഒറ്റക്കെടുത്തു. അപ്പൊ കൂടെ ഉള്ള ആള് പരാതി കൊടുത്തു. അങ്ങനെയാണ് പുറത്തറിയുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു നോക്കുമ്പോൾ മൂപ്പർക്ക് കോഴിക്കോട്ടൊരു വീട് 5600 സ്ക്വയർ ഫീറ്റ്. നിങ്ങൾ ഈ തൃപ്പൂണിത്തുറയിൽ ആർക്കെങ്കിലും 5600 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. 5600 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നിസാര, ഒരു പഞ്ചായത്തിലുള്ളവർക്ക് മുഴുവൻ താമസിക്കാം. അങ്ങനെ ഒരു വീടുണ്ടാക്കിയിരിക്കുക. ഇതിലെവിടുന്നാ കാശ്? അപ്പൊ പറയാണ് ഞാൻ ഇഞ്ചി കൃഷി ചെയ്തു ഉണ്ടാക്കിയത്. ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ ഇഞ്ചി കൃഷി ചെയ്യുന്ന കർഷകർ പോയിട്ട് ആത്മഹത്യ ചെയ്യാണ്. ഏത് കൃഷി ചെയ്ത് കടം കയറി മുടിഞ്ഞ് ലോൺ എടുത്ത സംഖ്യ തിരിച്ചു കൊടുക്കാനില്ലാതെ ആത്മഹത്യ ചെയ്യുക. അപ്പൊ ഇദ്ദേഹം പറയാണ് ഇഞ്ചി കൃഷി ചെയ്ത പൈസയാണ്. അപ്പൊ ഇഞ്ചി വിറ്റന്റെ ബില്ലുകൊണ്ട? ബില്ലില്ല. ഇഞ്ചി കൃഷി ചെയ്ത ഭൂമി കാണിച്ചുകൊണ്ട? അത് കാണിക്കാൻ അറിയൂല. ആളിപ്പോ ജയിലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. നമ്മുടെ വൈറ്റിലാൻഡ് ഇങ്ങോട്ട് പോരുമ്പോ എടപ്പള്ളിക്ക് പോകുമ്പോ കാണാം പാലാരിവട്ടം പാലം. ഇപ്പൊ നോക്കിയാൽ പാലം കാണാനില്ല. പാലത്തിന്റെ 2 വാല് മാത്രമേ കാണാനുള്ളൂ. ബാക്കിയൊക്കെ മുറിച്ച് എടുത്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോയി. എന്തുകൊണ്ട്? കോടാനുകോടി ചെലവഴിച്ചുണ്ടാക്കിയ പാലം കമ്പിയില്ല, സിമെന്റും ഇല്ല, ഒന്നുമില്ല, എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചു. മഹാദുരന്തം ഉണ്ടാകേണ്ടതാണ്. അതിനു മുമ്പ് ഇത് കണ്ടുപിടിച്ചു. സുപ്രീം കോടതി പറഞ്ഞ ഗവൺമെന്റ് പുതിയ പാലം പണിയാ. കേരളത്തിൽ UDF-ന്റെ ഗവൺമെന്റ് അഴിമതിക്കുണ്ടാക്കിയ നിത്യസ്മാരകമാണത്. ആ ഗവൺമെന്റിന്റെ പ്രതീകമാണത് പാലാരിവട്ടം പാലം. UDF ഗവൺമെന്റിന്റെ പ്രതീകമാണ്. അതെല്ലാം അടിച്ച് പൊളിച്ച് കളഞ്ഞ് അവിടെ പുതിയ പാലം ഇപ്പൊ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി ജയിലിലേക്കുള്ള യാത്രയുടെ പകുതി വഴിയില്ല. ഇതൊക്കെ കേരളത്തിൽ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കാണുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ജനങ്ങൾ ചർച്ച ചെയ്താലോ? UDF-ന്റെ കഥ കഴിഞ്ഞു. അത് മനസ്സിലാക്കിയാണ് അതൊന്നും ചർച്ചയാകാതിരിക്കാൻ BJP-യുമായി കൂട്ടുചേർന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ BJP-യുടെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് കയറൂരി വിട്ട് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച് സംശയത്തിന്റെ പുകമറയുണ്ടാക്കി കേരള സർക്കാരിന്റെ എല്ലാ പദ്ധതികളെയും നിർത്തിവെപ്പിക്കാനാണ്. ലൈഫ് നിർത്തിവെക്കണം, നമ്മുടെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെക്കണം, K-ഫോൺ അവിടെ സ്തംഭിക്കണം, അങ്ങനെ കേരളത്തിലൊരു ഭരണ സ്തംഭനം ഉണ്ടാവണം, ഇവിടുത്തെ സൗജന്യ കിറ്റ് വിതരണം മുടങ്ങണം, അങ്ങനെ ജനങ്ങളെയെല്ലാം ഈ ഗവൺമെന്റിനെതിരായി തിരിക്കണം. അതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. ഈ നാടിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി സമർപ്പിത മനസ്സോടെ പ്രവർത്തിക്കുന്ന ഇടതുമുന്നണി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ തെറ്റായ ദിശയിൽ സംസ്ഥാന ഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന BJP-യുടെയും കോൺഗ്രസിന്റെയും ഗൂഢാലോചന ജനങ്ങളുടെ മുൻപാകെ തുറന്നു കാണിച്ച് ജനകീയ സർക്കാരിനെ സംരക്ഷിക്കാൻ ജനങ്ങളെ അണിനിരത്തുക. ജനങ്ങളാണ് ജനാധിപത്യത്തിലെ ഏറ്റവും ശക്തിയുള്ളവർ. ജനാധിപത്യത്തിന്റെ യജമാനന്മാർ ജനങ്ങളാണ്. ജനമാണ് തീരുമാനിക്കുക. ജനങ്ങളെ അണിനിരത്തി ഈ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയുള്ള തെറ്റായ നടപടികളെ എതിർക്കുക, തുറന്നു കാട്ടുക എന്നതാണ് ഈ ജനകീയ പ്രതിരോധ പരിപാടി കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തീർച്ചയായും കൂടുതൽ വലിയ ആക്രമണം ഈ ഗവൺമെന്റിനെതിരായി വരും. അതിനെയെല്ലാം പാവപ്പെട്ട മനുഷ്യരുടെ താല്പര്യങ്ങളെ മുൻനിർത്തി ചെറുത്തു തോൽപ്പിക്കാൻ, തുറന്നു കാണിക്കാൻ, അത്തരത്തിലുള്ള ദുഷ്ടശക്തികളെ ഒറ്റപ്പെടുത്താൻ കോൺഗ്രസിന്റെയും BJP-യുടെയും ജനവിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മുഖം ജനങ്ങളുടെ മുൻപാകെ തുറന്നു കാണിക്കാൻ നിങ്ങൾ ഓരോരുത്തരും വാശിയോടെ രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നാളെയും പ്രതിസന്ധികൾ വന്നാൽ താങ്ങായി ഈ ഗവൺമെന്റ് ഉണ്ടാവണം. സൗജന്യമായി ഭക്ഷ്യധാന്യ കിറ്റ് കിട്ടണം. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് ഉന്നത നിലവാരം ഉണ്ടാകണം. ഒരാൾക്ക് അസുഖം വന്നാൽ തൊട്ടടുത്ത ആശുപത്രി, ഗവൺമെന്റ് ആശുപത്രിയിൽ പോയാൽ അവിടെ എല്ലാ സംവിധാനങ്ങളും നമുക്ക് കിട്ടണം. നമുക്ക് നല്ല റോഡുകളും പാലങ്ങളും ഉണ്ടാവണം. നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭിക്കണം. അതിന് കേരളത്തിൽ ഇടതുമുന്നണി ശക്തമായി നിന്നാൽ മാത്രമേ സാധിക്കൂ. അത് തിരിച്ചറിഞ്ഞ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായ പോരാട്ടത്തിൽ അണിനിരക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തൃപ്പൂണിത്തുറ നഗരസഭയിൽ നമ്മുടെ 34-ാം വാർഡിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്
ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് UK പീതാംബരനാണ്. ഞാൻ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല. ഇതിനോടകം നിങ്ങളെല്ലാം നേരിൽ കണ്ട് തന്നെ അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ വോട്ട് ചെയ്യണമെന്നല്ല, നിങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നമ്മുടെ ഈ പനക്കൽ ഡിവിഷനിലായിരിക്കണം എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെയാണ് ഇടതുമുന്നണിയോടൊപ്പം അണിനിരന്നുകൊണ്ട് നമ്മുടെ നാടിനെതിരായി ചിന്തിക്കുന്നവർക്ക് കനത്ത മറുപടി, ശക്തമായ മറുപടി താക്കീത് നൽകാൻ നമുക്ക് സാധിക്കുക. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് കൂടി നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മരടിലേക്ക് പോകേണ്ടതുകൊണ്ട് ഞാനിപ്പോൾ യോഗത്തിൽ നിന്ന് പോകും. ഇവിടെ സ്ഥാനാർത്ഥിയും മറ്റു സഖാക്കളും ഒക്കെ സംസാരിക്കും. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം